ഹോളിവുഡിലെ മോസ്റ്റ് ഹാൻസം ആക്ടർ, വെരി അമേരിക്കൻ എന്നൊക്കെ ലേബലുണ്ടായിരുന്ന ഒരു ആക്ടറായിരുന്നു റോബർട്ട് റെഡ്ഫോർഡ്. ഇപ്പോൾ റെഡ്ഫോർഡ് ഇന്നലെയാണ് മരിച്ചത്. മരിക്കുമ്പോൾ ആൾക്ക് 89 വയസ്സുണ്ടായിരുന്നു. ലൈഫ് വെൽ ലിവ്ഡ് എന്നൊക്കെ പറയാവുന്ന രീതിയിലുള്ള ഒരു രീതിയിൽ ജീവിച്ചു മരിച്ച ഒരു ഹോളിവുഡ് ആക്ടറായിരുന്നു റോബർട്ട് റെഡ്ഫോർഡ്. എനിക്ക് സത്യം പറഞ്ഞാൽ റോബർട്ട് റെഡ്ഫോർഡിൻ്റെ സിനിമകൾ ഇഷ്ടമല്ലെന്നല്ല ഞാൻ പറഞ്ഞു, സിനിമകളെക്കാളും എന്നെ അട്രാക്ട് ചെയ്തിട്ടുള്ളത് ആളുടെ ഒരു ഓഫ് സ്ക്രീൻ പെർസോണയാണ്. അതായത് പേഴ്സണൽ ലൈഫിൽ ആൾ മെയിൻറ്റെയിൻ ചെയ്ത ഒരു ഡിഗ്നിറ്റി, ക്വാളിറ്റി, ആസ് എ ഹ്യൂമൻ ബീയിങ് എല്ലാവരും ആളെ റെസ്പെക്റ്റ് ചെയ്യുന്നൊരു രീതി എന്നെ വളരെയധികം അട്രാക്റ്റ് ചെയ്തിട്ടുള്ള, സത്യം പറയാലോ, ഒരു ആസ്പിറേഷണൽ മെയിൽ ഫിഗർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ശരിക്കും പറഞ്ഞ ആളുടെ ഒരു ലൈഫ് സ്റ്റൈല് പോയിൻ്റ് ചെയ്യും. എനിക്ക് അത്ര ഇഷ്ടമുള്ള ഒരു ആക്ടറാണ് ആ ഒരു കാര്യത്തിൽ. അപ്പോൾ ഞാനൊരു ചെറിയൊരു ട്രിബ്യൂട്ട് അതിൻ്റെ പേരിൽ പറയാം. അതുപോലെ തന്നെ എനിക്ക് വളരെ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ജെയിൻ ഫോണ്ട, പിന്നെ അതുപോലെ റോബർട്ട് റെഡ്ഫോർഡ് സിനിമ ഞാൻ നിങ്ങൾക്കായിട്ട് സജസ്റ്റ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആളുടെ ഒരു ലൈഫ് എന്ന് പറയുന്നത്, ആൾ യൂട്ട മൗണ്ടൻസിലാണ് ഏറ്റവും കൂടുതൽ ആളെ ലൈഫ് സ്പെൻഡ് ചെയ്തത്. എവേ ഫ്രം സ്റ്റാർഡം, എപ്പോഴും പ്രൈവസി, സെക്ലൂഷൻ, ഇതിന് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്ന ഒരു ആക്ടറായിരുന്നു. ആളെക്കൂടെ 60s അഭിനയം തുടങ്ങിയ സമയം തൊട്ട് അഭിനയിച്ചിരുന്ന എല്ലാ ആക്ട്രസ്സുകളും, അതുപോലെ തന്നെ ഇപ്പോൾ പലരും ജീവിച്ചിരിപ്പില്ല, എല്ലാവരും, ഈവൻ ആളുടെ ഒരു മെയിൽ കൗണ്ടർ പാർട്സ് അടക്കം പറഞ്ഞിട്ടുള്ളത് ആ ഒരു അഭിനയം തുടങ്ങി അവസാനിക്കുന്ന സമയം വരെ ആളോട് എല്ലാവർക്കും, അതായത് ഒരു പ്രത്യേകതരം അഡ്മിറേഷനും അഡോറേഷനും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അങ്ങനത്തെ ഒരു ഓറയുള്ള ഒരു പേഴ്സണാലിറ്റി ആയിരുന്നു അദ്ദേഹം. അപ്പോൾ 62 ആദ്യത്തെ സിനിമ വരുന്നത്. അതിന് മുൻപ് ടെലിവിഷൻ സീരീസ്, പ്ലേസിലൊക്കെ അഭിനയിച്ചിരുന്നു. ആ കാലഘട്ടത്തിലൊക്കെ ഓപ്പർച്യൂണിറ്റീസൊക്കെ വളരെ കുറവല്ലേ. അപ്പോൾ വാർഹണ്ട് എന്ന് പറഞ്ഞ സിനിമയിലാണ് ആളുടെ ആദ്യത്തെ സിനിമ. പിന്നെ ബുച്ച് കാസിഡി ആൻഡ് സൺഡാൻസ് കിഡ് എന്ന് പറഞ്ഞ സിനിമയിലാണ് ആൾക്കൊരു ഫെയിം വരുന്നത്, ഒരു മെയിൻ സ്ട്രീമിൽ ഒരു റെക്കഗ്നിഷൻ വരുന്നത്. പിന്നെ അത് 60s സിനിമയാണ്. പിന്നെ ബെയർഫുട്ട് ഇൻ ദ പാർക്ക്, അതിലാണ് അത് ഫേമസ് നമ്മുടെ റോബർട്ട് റെഡ്ഫോർഡ് ആൻഡ് ജെയിൻ ഫോണ്ട പിന്നെ ജോഡി എസ്റ്റാബ്ലിഷ്ഡ് ആവുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് 70s ദ ഗ്രേറ്റ് ഗാറ്റ്സ്ബി വരുന്നത്. ഞാൻ അദ്ദേഹത്തിൻ്റെ സത്യം പറഞ്ഞാൽ ഒരു 5 സിനിമകൾ, ആളുടെ ഏറ്റവും ഫേമസ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 5 സിനിമകൾ ഞാൻ കണ്ടിട്ടുണ്ടാവില്ല. ഞാൻ കണ്ടിട്ടുള്ള സിനിമകൾ എൻ്റെ ഓർമ്മയിൽ ഞാനത് സ്റ്റിങ് കണ്ടിട്ടുണ്ട്, ട്രൂത്ത് കണ്ടിട്ടുണ്ട്, ഓർഡിനറി പീപ്പിൾ ഓഫ് കോഴ്സ് ഞാൻ കണ്ടിട്ടുണ്ട്, പിന്നെ ബെയർഫുട്ട് ഇൻ ദ പാർക്ക് കണ്ടിട്ടുണ്ട്, ഈ നേരത്തെ ഫസ്റ്റ് സിനിമ വാഹണ്ട് ഞാൻ കണ്ടിട്ടില്ല, പക്ഷേ ഇത് കണ്ടിട്ടുണ്ട്, മറ്റേ ബുച്ച് കാസിഡി കണ്ടിട്ടുണ്ട്. അങ്ങനെ ഒരു 5-6-7 സിനിമകളൊക്കെയാണ് ഞാൻ കണ്ടിട്ടുണ്ടാവുള്ളൂ കേട്ടോ. ഞാൻ ഒരുപാട് ലോങ് ആയിട്ടുള്ളൊരു കരിയർ സ്പാനാണ്. ചില സിനിമകൾ ഞാൻ വിട്ടുപോയിട്ടുണ്ടാവും. പിന്നെ ആളുടെ ലാസ്റ്റ് സിനിമ എന്ന് പറയപ്പെടുന്നത് മറ്റേ അവെഞ്ചേഴ്സ് എൻഡ് ഗെയിം, അതിൽ 2019 തോന്നുന്നു, അതാണെന്നാണ് എൻ്റെ ഒരു അറിവ്. അത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ലോങ് കരിയറാണ്. അപ്പോൾ ആളുടെ ഒരു ബേസിക്കലി ആളൊരു ലിബറൽ പൊളിറ്റിക്കൽ വ്യൂസൊക്കെ ഉണ്ടായിരുന്ന ഒരാളായിരുന്നു. പിന്നെ എൻവയോൺമെൻറ്റ് പ്രൊട്ടക്ഷൻ, അതിന് വളരെയധികം ഇനിഷ്യേറ്റീവ് എടുത്തിരുന്ന ഒരാളായിരുന്നു. അതുപോലെ തന്നെ വളരെ ഫേമസ് ആയിട്ടുള്ള വേറൊരു സംഭവമാണ്, ഇൻഡിപെൻഡൻറ്റ് സിനിമ ഒരുപാട് പ്രൊമോട്ട് ചെയ്തിട്ടുള്ള ഒരു ആക്ടറായിരുന്നു. അപ്പോൾ ആളൊരു ആക്ടർ മാത്രമല്ല കേട്ടോ, ആക്ടറായിരുന്നു, പ്രൊഡ്യൂസറായിരുന്നു, അതുപോലെ തന്നെ ഡയറക്ടറുമായിരുന്നു. അപ്പോൾ 70s ഒരു കുറച്ച് മിഡൊക്കെ കഴിഞ്ഞ ആളൊരു ബ്രേക്ക് എടുത്തിട്ട് 80s ചെയ്ത സിനിമയാണ് പിന്നെ ഓർഡിനറി പീപ്പിൾ. ഈ ഓർഡിനറി പീപ്പിൾ എന്ന് പറഞ്ഞ സിനിമയ്ക്കാണ് ആൾക്ക് ഫസ്റ്റ് ഓസ്കാർ കിട്ടുന്നത് ആസ് ഡയറക്ടർ. അതിന് 4 ഓസ്കാർസ് ഉണ്ട് ആ സിനിമയ്ക്ക്. അപ്പോൾ ഒരിക്കലും ആക്ടിങ്ങിന് റോബർട്ട് റെഡ്ഫോർഡിന് ഓസ്കാർ കിട്ടിയിട്ടില്ല. അപ്പോൾ അതിനെക്കുറിച്ച് ആൾക്ക് നല്ല വിഷമമുണ്ടായിരുന്നു. അപ്പോൾ ആൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ളത്, പല എക്സ്പെരിമെൻ്റൽ റോൾസും ഹോളിവുഡിലെ മെയിൻ ഡയറക്ടേഴ്സൊക്കെ ചില സമയത്തൊക്കെ ആൾ അപ്രോച്ച് ചെയ്തുള്ള സമയങ്ങളിൽ അവർ ഇയാളുടെ ഒരു പിന്നെ റെഡ്ഫോർഡിൻ്റെ ഓവർ ഹാൻഡ്സംനെസ് കാരണം പലതിനും ഓപ്റ്റ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അത് ആൾക്ക് വളരെ വിഷമമുണ്ടാക്കിയിട്ടുള്ള ഒരു കാര്യമാണ്, കുറച്ച് സ്ട്രേഞ്ച് ആയിട്ടുള്ള കാര്യമാണല്ലേ. അപ്പോൾ അങ്ങനെ ഒരു
ഒരു ലോങ് ഒരു കരിയർ സ്പാൻ ഉള്ളത് കൊണ്ട് തന്നെ 2002 ഓസ്കർ കമ്മിറ്റി ആളെ ഒരു ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് എന്നുള്ള കാറ്റഗറിയിൽ ആൾക്കൊരു ഓണററി അവാർഡ് കൊടുത്തിട്ടുണ്ട്. ഇതേ കാറ്റഗറിയിൽ ആൾക്ക് ഒരുപാട് അവാർഡ്സ് പിന്നെയും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആള് അങ്ങനെ ഒരു വളരെയധികം, അതായത് നമ്മൾ ആരോട് ചോദിച്ച ഹോളിവുഡിൽ അത്രയ്ക്കും ഒരു റെസ്പെക്റ്റ്, അതുപോലെ തന്നെ ഒരു നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് ഡിഗ്നിറ്റിയൊക്കെ ഏൺ ചെയ്തിട്ടുള്ള ഒരു ആക്ടറായിരുന്നു. ഈ അടുത്ത കാലത്താണ് ആളുടെ അതാണ് ആളുടെ ഒരു പ്രൈവസി മെയിൻറ്റെയിൻ ചെയ്യുന്നതിനും ഞാൻ പറഞ്ഞില്ല നേരത്തെ റിലേഷൻഷിപ്പിൻ്റെ ഒരു സംഭവം കൂടെ, ഒരു ക്ലാസ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാന്ന് പറയില്ല നമ്മൾ, അത് എക്സ്ട്രീംലി റെയർ ക്വാളിറ്റിയാണ്. എസ്പെഷ്യലി ഇൻ മെൻ എന്ന് പറഞ്ഞാൽ ഒരു കോൺട്രാഡിക്ടറി പോയിൻ്റ് ആയിരിക്കും എല്ലാവരുടെ കാര്യത്തിലും. അത് വളരെ കുറച്ച് പേർക്കാണ് അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അതിൽ വളരെയധികം ഒരു ഇമ്പോർട്ടൻസ് ഒക്കെയുള്ള ഒരു ആക്ടറായിരുന്നു. ഈ അടുത്ത കാലത്താണ് ആളിനെ ഇൻഫ്ലുവൻസ് ചെയ്ത, ആളുടെ ഫസ്റ്റ് വൈഫ് അടക്കം ആളെല്ലാവരോടും ഇങ്ങനെ ഒരു ഇൻഫ്ലുവൻസ് ചെയ്ത സ്ത്രീകൾ വളരെ കുറച്ച് 5-6 പേരുടെ പേര് ഈ അടുത്ത കാലത്താണ് ആൾ റിവീൽ ചെയ്തത്. എന്നാൽ ഡീപ്പായിട്ടുള്ള റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്തിരുന്ന ഒരു ആളായിരുന്നു നമ്മുടെ റെഡ്ഫോർഡ്. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് പലരും പല സമയത്തും ചോദിക്കുമ്പോൾ ആൾ വളരെ റിസർവ്ഡ്, ആളൊന്നും പറയാറില്ല. ഇനി നമ്മളുടെ ജെയിൻ ഫോണ്ടയുടെ കാര്യം പറഞ്ഞല്ലോ, അതിൽ ബാരെഫൂട്ട് ഇൻ ദ പാർക്ക് എന്ന് പറഞ്ഞ സിനിമയിലാണ് ഇവർ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ ആ സിനിമയിൽ അഭിനയിച്ച സമയം തൊട്ട് ജെയിൻ ഫോണ്ടയ്ക്ക് റോബർട്ട് റെഡ്ഫോർഡിനോട് ഒരു വല്ലാത്തൊരു പ്രണയവും അഡോറേഷനും എന്തൊക്കെ ഇല്ല എല്ലാം ഉണ്ട്. ആളുടെ ഒരു ഓറയിൽ ഭയങ്കരമായിട്ട് അട്രാക്റ്റഡ് ആയിരുന്നു ജെയിൻ ഫോണ്ട. അപ്പോൾ എത്രയൊക്കെ ഇത് എക്സ്പ്രസ് ചെയ്യാൻ ശ്രമിച്ചാലും അത് നമ്മുടെ ടോട്ടലി റിസർവ്ഡ് ആയിട്ടുള്ള റെഡ്ഫോർഡ് ഒരിക്കലും അത് എക്നോളജ് ചെയ്തിട്ടില്ല. പക്ഷേ അതേസമയം ഓഫ് സ്ക്രീൻ അവർക്ക് നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നു, വളരെ ലോങ് ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ്. അപ്പോൾ അങ്ങനൊരു വളരെയധികം എല്ലാ ഇൻ്റർവ്യൂസിലും ജെയിൻ ഫോണ്ട വളരെ ഓപ്പൺലി പറയുന്നൊരു കാര്യമാണ് പിന്നെ റോബർട്ട് റെഡ്ഫോർഡിൻ്റെ ഉണ്ടായിരുന്ന ഈ ഒരു അഫെക്ഷൻ. ഓക്കെ, ഇനി നമ്മൾ ഇങ്ങനെ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന കുറേ പറയും, അപ്പോൾ അതുകൊണ്ട് നമുക്ക് നേരെ സിനിമയിലേക്ക് പോകാം. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സിനിമയാണ് കേട്ടോ ഇത് എനിക്ക് എന്നെ വളരെ ഇമോഷണൽ ആക്കിയ ഒരു സിനിമയാണ്. ഇതിൽ നമ്മളുടെ ഗ്രേറ്റ് പാരീസ് ബാക്ക്, അതായത് ഈ ജെയിൻ ഫോണ്ട, നമ്മുടെ സാക്ഷാൽ 2 ഓസ്കാർ നേടിയ ജെയിൻ ഫോണ്ടയും അതുപോലെ തന്നെ റോബർട്ട് റെഡ്ഫോർഡിൻ്റെയും ഒരു 50 ഇയേഴ്സിന് ശേഷമുള്ള ഒരു സിനിമയാണ്. 4ാമത്തെ സിനിമ കേട്ടോ അവർ അഭിനയിച്ച. അപ്പോൾ ഈ സിനിമയെ കുറിച്ചിട്ട് നമ്മുടെ ജെയിൻ ഫോണ്ട പറഞ്ഞിട്ടുള്ളത് എ ഹോം കമ്മിങ് എന്നുള്ളതാണ്. അതായത് അത്രയ്ക്കും പാഷനേറ്റ് ആയിട്ടാണ് അവർ 2 പേരും ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളത്. ഈ സിനിമയെക്കുറിച്ച് വേറൊരു വലിയൊരു പോയിന്റ് എന്നുള്ളത് വെച്ചാൽ, ഈ സിനിമ തുടങ്ങിയപ്പോൾ ഞാൻ സത്യത്തിൽ ഇതൊരു ഹിഡൻ ജെമ്മാണ് ഈ സിനിമ. ഇങ്ങനൊരു സിനിമ എക്സിസ്റ്റ് ചെയ്യുന്നത് എൻ്റെ വളരെ സോൾമേറ്റ് ആയിട്ടുള്ളൊരു ഫ്രണ്ട് പറഞ്ഞപ്പോഴാണ് ഞാൻ തന്നെ അറിയുന്നത്. അപ്പോൾ ഞാൻ ഈ സിനിമ കണ്ടു തുടങ്ങിയപ്പോൾ സർപ്രൈസിങ് ആയത് എന്താണെന്ന് വെച്ചാൽ, ഈ സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് നമ്മളുടെ വെരി ഓൺ റിതേഷ് ബത്രയാണ്, അതായത് ലഞ്ച് ബോക്സിൻ്റെ ഡയറക്ടർ. അപ്പോൾ സിനിമയുടെ പേര് അവർ സോൾസ് അറ്റ് നൈറ്റ്. ഇത് ഞാൻ നെറ്റ്ഫ്ലിക്സിലാണ് കണ്ടത്. ഇപ്പോഴും നെറ്റ്ഫ്ലിക്സിൽ സിനിമ തീർച്ചയായിട്ടും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ ആരും ഇത് മിസ് ചെയ്യരുത്. ഇതൊരു ഓൾഡ് ഏജ് ബോണ്ടിങ്ങിൻ്റെ ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള ഒരു ഡീപ്പ് ബോണ്ടിങ്ങിൻ്റെ സ്റ്റോറി പറയുന്ന ഒരു സിനിമയാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു ഫസ്റ്റ് ഷോട്ട് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, ഭയങ്കര ബോൾഡായിട്ടുള്ള ഒരു സിനിമയാണ്. ഭയങ്കര ബോൾഡായിട്ടുള്ളൊരു അപ്രോച്ചാണ് ഇതിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെയ്തിരിക്കുന്നത്. ഒരു നോവലിനെ ബേസ് ചെയ്തുള്ള സിനിമയാണ്. പക്ഷേ ഇതിൽ നമുക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടല്ലോ, ജെയിൻ ഫോണ്ടൊക്കെ അഭിനയിക്കുന്നത് കാണുമ്പോൾ ശരിക്കും റെഡ്ഫോർഡിനുള്ള ഈ ഒരു സ്നേഹമുണ്ടല്ലോ, കുറേ വർഷങ്ങളായിട്ട് ഇടയ്ക്ക് ഇതൊക്കെ നമുക്ക് ശരിക്കും ഫീൽ ചെയ്യും അവരുടെ ആക്ടിങ്ങിൽ. അതുകൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഈ സംഭവം. അപ്പോൾ നമ്മൾ എപ്പോഴും വിചാരിക്കും ഓൾഡ് ഏജിൽ നമുക്ക് എന്താണല്ലോ, യൂത്തിലാണ് ഭയങ്കര പ്രണയവും റിലേഷൻഷിപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. മിഡ് ഏജിലും ചില സംഭവങ്ങൾ അങ്ങനെയൊക്കെ നമ്മൾ പറയും. പക്ഷെ അതല്ല കേട്ടോ, ഓൾഡ് ഏജിലാണ് ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു ട്രൂ കമ്പാനിയൻ, അതായത് ടോട്ടലി റിലയബിൾ ആയിട്ടുള്ള നല്ല ക്വാളിറ്റി റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയുന്ന ഡീപ്ലി അഫെക്ഷനേറ്റ് ആയിട്ടുള്ള റിലേഷൻഷിപ്പുകളൊക്കെ നമുക്ക് വേണ്ടത് ശരിക്കും ഓൾഡ് ഏജിലാണ്. അപ്പോൾ അതിലേക്കുള്ളൊരു ഗേറ്റ് വേ ആണ് ഈ സിനിമ. ഇത് ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഈ കാലഘട്ടത്തിൽ നമ്മൾ ഈ സിനിമകൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. അതിൻ്റെ ഒരു ടെയിലെൻഡ് പിടിച്ച് കുറേ തീമുകളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ ഈ സിനിമ 2017 ഇറങ്ങിയിട്ടുള്ള സിനിമയാണ്. ഇറ്റ്സ് ലൈക്ക്
വളരെ നമ്മളെ വളരെ അധികം ഐ ഓപ്പണറായിട്ടുള്ള, നമുക്ക് വളരെ ഇമോഷണലി നമ്മളെ ബോൾഡാക്കുന്ന ഒരു സിനിമ എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനത്തെ ഒരു സിനിമയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ സിനിമ അവർ സോൾസ് അറ്റ് നൈറ്റ് എന്ന് പറഞ്ഞ സിനിമ കാണണം. ഞാൻ ഈ റെഡ്ഫോർഡിനോടുള്ളൊരു സ്നേഹം കാരണം സജസ്റ്റ് ചെയ്യുന്നത് ആണ്, പക്ഷേ എങ്കിലും ഈ സിനിമ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ്. അപ്പോൾ അത്രയൊക്കെയാണ് നമുക്ക് റോബർട്ട് റെഡ്ഫോർഡിനെ കുറിച്ച് ഞാനത് ലിമിറ്റ് ചെയ്ത് പറഞ്ഞതാണ്. എനിവേ, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.